ഒരുപാട് വിഷയങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളെ അനുഗ്രഹിച്ചു. പോലെ നല്ലൊരു അനുഭവങ്ങൾ കർത്താവ് നൽകി. ഇങ്ങനെയുള്ള പല വിഷയങ്ങൾ നമ്മൾ ആദ്യമായിട്ട് വരുന്നില്ല. ഇങ്ങനത്തെ വിഷയങ്ങൾ എത്തിച്ചെയ്യുവാൻ കർത്താവിന്റെ ആഗമനം, അന്ത്യവിധി, അങ്ങനെ കുറച്ച് വിഷയം ആദ്യമായിട്ട് വരുന്ന ആളുകളുടെ കയ്യിലേക്ക് ഫസ്റ്റ് ചെയ്ത് പല വിഷയങ്ങൾ പോലും. അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടെ ഒന്നുകൂടെ നമ്മൾ സ്വസ്ഥമായിട്ട് കൂടണമെങ്കിൽ അങ്ങനെ കുറച്ച് വീണ്ടും ഒന്ന് ശാന്തമായിട്ട് ഒന്നുകൂടെ കൂടെ അപ്പം വളരെ എഴുതിയെടുത്തുകൂടെ വായിച്ചു കഴിഞ്ഞാൽ വിശ്വാസമാവും. യേശുവെ നന്ദി. ഒരു ദൈവഭയം ഹൃദയത്തിൽ ഒന്നായിട്ട് ജനിച്ചു. ഭയങ്കര ദൈവഭയം, ദൈവഭയം. എനിക്കും കൂടുതൽ ദൈവഭയം ഭയമാണ് കൂടുതൽ ദൈവഭയം. വളരെ പ്രധാനപ്പെട്ട ദൈവഭയവും ദൈവഭക്തി. കുർബാനയ്ക്ക് ഒതുങ്ങി കുർബാന അർപ്പിക്കണമെന്ന കാര്യങ്ങളും അതുപോലെ തന്നെ കൂടെ കുമ്പസാരം വിശുദ്ധ കാണിക്കേണ്ട ആവശ്യമില്ല. കുമ്പസാരിച്ച് നമ്മൾ എന്ന് വന്നു കഴിഞ്ഞാൽ റെഡിയായിട്ട് നിൽക്കാനാണ്. അങ്ങനൊരു ബോധ്യം കൂടുതൽ വെച്ചോ എനിക്ക് ആ ഒരു ബോധ്യമാണ് കൂടുതലുണ്ടായത്. കർത്താവ് ഇപ്പോൾ ഒന്നാണ് റെഡിയായിട്ട് 2 ദിവസം കഴിയട്ടെ കുമ്പസാരിക്കുക, അങ്ങനെയല്ല ഇപ്പോൾ റെഡിയായിട്ട് നിൽക്കാനുള്ള പ്രഭാവം പെട്ടെന്ന് തന്നെ മനസ്സിലായി. സെന്റ് വിൻസെന്റ് ഫെറർ വലിയ വിശുദ്ധൻ. സെന്റ് വിൻസെന്റ് ഫെറർ വലിയ വിശുദ്ധനെ കുറിച്ച് പറയുന്നത് an angel of the last judgment എന്ന് പറഞ്ഞ അദ്ദേഹം കർത്താവിന്റെ ഈ രണ്ടാമത്തെ വരവിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് ഏറ്റവും അധികം പ്രീച്ച് ചെയ്തത്. അതികഠിനമായ അതിശക്തമായ തരത്തിൽ സെന്റ് വിൻസെന്റ് ഫെററിന്റെ പ്രീച്ചിങ്ങിൽ ഒരു പുസ്തകം കൂടെ ഉണ്ട്. അത് ഏഞ്ചൽ ഓഫ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് സെന്റ് വിൻസെന്റ് ഫെററിനെ കുറിച്ച് 13ഓളം വലിയ വിശുദ്ധൻ അങ്ങനെ പറഞ്ഞ ആളുകളെ ഒരുപാട് കൃപയിലേക്ക് ഒരുക്കിയിട്ട് അവർ ചിന്തയാണ് ഇപ്പോൾ വന്നത്. കർത്താവ് സാധനയെ എല്ലാ അച്ഛന്മാരെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല കൂടി കർത്താവിന്റെ വചനം പറയാൻ കർത്താവ് അനുഗ്രഹിച്ചു. ആദിമസഭയിൽ അവർ പ്രാർത്ഥിച്ചു. വളരെ പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ബോൾഡ്നസ് പ്രീച്ച് ദ ഗോസ്പൽ. വലിയൊരു കൃപയാണ്. ഈശോയുടെ ധ്യാനകേന്ദ്രത്തെ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ധ്യാനയോട് ബുദ്ധിയാനായിട്ട് എനിക്കൊരു പ്രേരണ കിട്ടിയത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെ സംബന്ധിച്ച് ധ്യാനം കൂടിയാണ് അച്ഛനോട് പറഞ്ഞു. ഞാൻ ദിവസം വന്നു പ്രാർത്ഥിച്ചു. ഈ ദൈവ പരിപാലന എന്നൊരു കാര്യം അതാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത്. അപ്പോ എനിക്ക് ചിന്ത ദൈവമായി നമ്മുടെ ശുശ്രൂഷ ശരിക്കും ദൈവ പരിപാലന അത് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ആഴത്തിൽ കുറച്ചും കൂടെ ശക്തമായിട്ട് അനുഭവിക്കാൻ ഇടയാകും. അതുകൊണ്ടാണ് സ്വന്തം കാഴ്ചയില്ല, ഈസ്തുമില്ല, അതൊരു പ്രത്യേക ദൈവ പരിപാലനയാണ്. ക്രൈസ്തവം. അപ്പൊ അത് ബോധ്യം കൂടുതൽ ആഴത്തിൽ ലഭിക്കാൻ ഈശ്വരയെ പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും ഇവിടെ തന്നെ തീഷ്ണത, അതുപോലെ തന്നെ പ്രാർത്ഥന, ദൈവിച്ചു പിടിച്ചുള്ള പ്രാർത്ഥന, വലിയൊരു സ്നേഹത്തിന്റെ ഓർത്ത് ഈശ്വരയ്ക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. സന്ദർശനത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൂടുതൽ കൊണ്ടും കൂടുതൽ അഭിഷേകം കൊണ്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈശ്വര